നമ്മുടെ 10th സ്റ്റേറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് വരുന്നത്. സോ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ നമുക്ക് സെൽസി എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുള്ളത്. സോ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നിട്ടുണ്ട്. അവിടെ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സിൽ ഒരു സൈഡിനെക്കാട്ടും 7 സെന്റിമീറ്റർ കൂടുതലാണ് സെക്കൻഡ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 60 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു ട്രയാംഗിൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ 3 സൈഡ്സിന്റെയും ലെങ്ത് എന്താണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ എന്താക്കും, ആദ്യം ഇവിടെ ഫസ്റ്റ് പെർപെൻഡിക്കുലർ സൈഡ് നമ്മൾ എക്സ് എന്ന് മാർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പെർപെൻഡിക്കുലർ സൈഡ് x+7 ആയിരിക്കും. സോ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ അല്ലെങ്കിൽ ഏതൊരു ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാലും ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മുടെ ഏരിയ വരുന്നത്. സോ ഇവിടെ ബേസ് എക്സും ഹൈറ്റ് x+7 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു x+7 ഇസ് ഈക്വൽ ടു 60 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് x² + 7x = 120 എന്ന് കൂടെ കിട്ടും നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ x² + 7x - 120 = 0 എന്നും കിട്ടുന്നുണ്ട്. സോ നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ ആയിട്ടുള്ള x = -b ± √b² - 4ac / 2a എന്ന് പറഞ്ഞ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ഇക്വേഷനിൽ നമ്മൾ a, b, c എന്നീ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ x = -7 ± √49 - 4 × 1 × -120 / 2 × 1 എന്ന് കിട്ടുന്നുണ്ട്. സോ നമ്മളിത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ -7 ± √529 / 2 എന്ന് കിട്ടുന്നുണ്ട്. സോ 529ന്റെ സ്ക്വയർ റൂട്ട് 23 ആണ്. അങ്ങനെയാണെങ്കിൽ -7 ± 23 / 2 എന്ന് കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് വാല്യൂസ് വരും ഇവിടെ എക്സിന്, പക്ഷേ ഒന്ന് മൈനസ് ആണ്. സോ നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ x = 16 / 2 എന്ന് വരുന്നുണ്ട്. അതായത് നമുക്ക് എക്സിന്റെ വാല്യൂ 8 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ 8 ആണെങ്കിൽ നമ്മുടെ x+7 എന്ന് പറഞ്ഞ സെക്കൻഡ് സൈഡിന്റെ വാല്യൂ 15 ആയിരിക്കും. ഇനി നമുക്ക് തേർഡ് സൈഡ് കണ്ടുപിടിക്കണം. തേർഡ് സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സൈഡ് 8 ആണ്, സെക്കൻഡ് സൈഡ് 15 ആണ്, തേർഡ് സൈഡ് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് ആണ്. നമ്മൾ പൈതഗോറസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ തേർഡ് സൈഡ് = √15² + 8² എന്ന് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് 225. √225 + 64 നമുക്ക് 289. √289 എന്ന് കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ 289ന്റെ സ്ക്വയർ റൂട്ട് 17 ആണ്. സോ അതുകൊണ്ട് നമ്മൾ ഒരു ട്രയാംഗിളിന്റെ 3 സൈഡ്സ് 8, 15, 17 എന്ന് കിട്ടുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്.